ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചക്കക്കുരു ഫ്രൈയും പുളിക്കൂട്ടാനൊക്കെ കൂട്ടുകാണ്ട് ഒരു കഞ്ഞി കുടിക്കാൻ പോകുന്നു. അപ്പം എന്തായാലും നമുക്ക് എങ്ങനെയൊക്കെ നോക്കാം. നമുക്ക് അറിയുന്ന കാര്യം കഴിക്കാറത്, എന്നാലും നമ്മളൊന്നും പറയാം. ഇപ്പം നമ്മൾ ചക്കക്കുരു ഒന്ന് കേക്കിയിട്ട് പിന്നെ ഒന്ന് പുഴുങ്ങിയൊക്കെ എടുത്തുക്കണം. ഉപ്പൊക്കെ ഇട്ട് കണ്ടിട്ടോ. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ തൊലിച്ചു കൊടുക്കുക. പിന്നെ അത് കണ്ടാക്കി മുറിക്കുക. ഒക്കെ വേറെ പാത്രത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇടുക. പിന്നെ ഗരം മസാലയും സുർക്ക, വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, പിന്നെ അതിലേക്ക് നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുക്കുക. നല്ലോണം കുഴക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ മസാല ഒന്നിട്ട് കൊടുക്കുക. വേറെ പാത്രത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. പിന്നെ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇടുക. ഈ കരിവേപ്പിൻ്റെ ഇല ഇട്ടപ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളം എത്തിന് ഒക്കെ കൂടി മേത്തേക്കൊക്കെ തെറിച്ചിട്ടാ. പിന്നെ അതിലേക്ക് നമ്മൾ ചക്കക്കുരു കൊണ്ട് ഇട്ടെടുത്ത് കണ്ട് നല്ലോണം ഇളക്കി കൊടുത്താളി. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കാതെ നോക്കണം, അല്ലെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല. എന്നാലും ഞാൻ പറഞ്ഞൊന്ന് പറയാം. ഇപ്പം നമ്മൾ ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആക്കണേ. ഇനി എല്ലാവർക്കും സിമ്പിളായൊരു കാര്യമാണ് നമ്മളെ പുളിക്കൂട്ടാൻ. അതിന് നമ്മളെ ചീരുള്ളി തൊലിയൊക്കെ തൊലിച്ച് അരിഞ്ഞെടുക്കണം. അതേമാതിരി നമ്മൾ ഇഞ്ചിയും തൊലിച്ചൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ചെറിയുള്ളി അതേമാതിരി തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ തക്കാളി മുറിച്ച് നല്ല ഇടുന്നത് നല്ലോണം ഒന്ന് ഞവണ്ടി കൊടുക്കുക. അങ്ങനെ മുറിക്കണം. നീ അതിൻ്റെ പരിപ്പ് ഫുള്ള് ഇളകിയിട്ടുണ്ടാവും. ഉള്ളി നല്ല ഞവണ്ടി അതേമാതിരി തന്നെ മുളകും ചെയ്യുക. പിന്നെ പുളിയാണ് മെയിൻ സാധനം. അതും ചീരുള്ളിയും ഒക്കത്തിനെക്കാട്ടും മെയിൻ നമ്മൾ ചീരുള്ളി തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി അതിൻ്റെ വെളുത്തുള്ളി അത് ഇട്ടുകൊണ്ട് നല്ലോണം കുഴച്ചതിന് ശേഷം ഉപ്പും വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചാൽ നല്ലോണം കുഴക്കുക. അത്ര തന്നെ. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമ്മൾ ചെറുപയർ, അതും ചെറുപയർ കഴുകുക. അതൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ടൊരു ചട്ടിക്ക് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുക. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യം തന്നെ ഇട്ടാലും അതിലേക്ക് ചെറുപയറും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറുപയറും റെഡിയായി. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ ഇങ്ങനെ ഇല കൊണ്ടാണ് കേട്ടോ അതാക്കുന്നത്. പിന്നെ നമ്മൾ ഇലയൊക്കെ എടുത്ത് പിന്നെ വാഴൻ്റെ ഇല എടുത്തിട്ടാണ് അതൊക്കെ കഴുകി സെറ്റാക്കി. നമ്മൾ ഈർക്കിൾ കൊടുക്കുന്നുണ്ട് അതൊന്ന് കുത്താൻ. അപ്പോൾ ഞാനും മിമ്മിയും ഇതൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കണം. നല്ല മണക്കുണ്ട്. അതൊക്കെ സെറ്റായി. നമ്മൾ ഇതുകൊണ്ട് ഇല കൊണ്ട് ഇതിൻ്റെ കുമ്പിളുത്താന്ന് പറയല്. ഇതെല്ലാവർക്കും അറിയാം. കളിക്കുമ്പോഴൊക്കെ കുറേ ഇതൊക്കെ ചെയ്തിരിക്കുന്നു കേട്ടോ. ഉമ്മച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായി. ഇനിയിതാ നമ്മളെ പയറ് പെരി നമ്മൾ സംഭവങ്ങളൊക്കെ അരിഞ്ഞുണ്ട്. പിന്നെ നല്ല ചിക്കൻ്റെ മണക്കുണ്ട് കേട്ടോ. പിന്നെ പുളിക്കൂട്ടാനും പപ്പടും സെറ്റ്. നീക്ക് കൂട്ടാനൊക്കെ പാത്രത്തിലും ഇട്ട് പിന്നെ നമ്മളൊക്കെ കഞ്ഞിയൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി കുടിക്കുന്നുണ്ട്. അത് ആ സ്പൂണിൽ കോരിക്കാണ്ടാട്ടോ നമ്മൾ കുടിക്കുന്നത്. നല്ല സൂപ്പറാണ്. ചക്കക്കുരു ഫ്രൈ ഒക്കെ നല്ല ചിക്കൻ്റെ ചോയയും ഒക്കെ ഉണ്ട്. ഞാനും ഇരുന്നടിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ പപ്പാടൊക്കെ ഇടയ്ക്കിടയ്ക്കാണ് തിന്നൊക്കെ ഉണ്ട്. സെറ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബായ്.